ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് പശു അമ്മയാണോ അപ്പോൾ അച്ഛനോ? നമ്മുടെ അമ്മ മാതാവ് പശു ആണെങ്കിൽ അച്ഛൻ ആരാകും എന്നാണ്. ഇത് കേട്ടപ്പോൾ ഇങ്ങനൊരു കമന്റ്, ഇങ്ങനൊരു വിമർശനം ഇത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഭാരതത്തിൽ ജനിച്ച് ഭാരതാംബയുടെ മക്കളായ നമ്മൾ ഇങ്ങനെ വിമർശിക്കാൻ പാടില്ല. ഇതൊന്നും വിമർശിക്കുക, അഭിപ്രായം പറയാതെ എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞിട്ട് ഇന്ന് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, അവരുടെ സെന്റിമെന്റ്സ് ഇളക്കി വിടുന്ന കാര്യങ്ങൾ, ചില്ലറ കാര്യങ്ങൾക്ക് ചില്ലറ തന്നെ ഞാൻ പറയുന്നത്, അതിനുവേണ്ടി വിനിയോഗിക്കാതിരിക്കുക. കാരണം ഭാരതത്തിൽ ജനിച്ച, ഭാരതാംബയുടെ മക്കളായി ജനിച്ച, ഭാരത സംസ്കാരം രക്തത്തിൽ പറന്ന ഭാരത സംസ്കാരം ശരിക്കും ഒരുവന്റെ രക്തത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ, അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ പശു എന്ന് പറയുന്ന ആ ദിവ്യമായ ജീവി അത് ഓരോ കുടുംബത്തിനെയും പോറ്റിയിരുന്നു. പണ്ട് കാലത്ത് ഭാരതത്തിൽ, പണ്ട് കാലമൊന്നും ആയിട്ടില്ല, മിക്കവാറും ഒരു 50 വർഷങ്ങൾക്ക് മുമ്പേ ഓരോ ഭാരതീയന്റെ കുടുംബത്തിലും ഓരോ പശു ഉണ്ടായിരുന്നു. ഈ പശുവിന്റെ പാല് കറന്നെടുത്ത് വിറ്റിട്ട് പിന്നെ തൈരായിട്ടും മോരായിട്ടും വെണ്ണയായിട്ടും പലതരത്തിലും ഉണ്ടാക്കി വിറ്റിട്ടായിരുന്നു അവർ ഉപജീവനം കഴിയുമായിരുന്നു. ഒരു പശുവും ഒരു തെങ്ങും ഉണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുമായിരുന്നു. ഇത് ചരിത്ര സത്യമാണ്. ഇതോടെ അവര് ശാന്തിയോടെ ജീവിക്കുകയും ചെയ്യും. പശുവിനെ അമ്മയെ സ്നേഹിക്കുന്ന മാതിരി സ്നേഹിക്കും. കാരണം ആ കുടുംബത്തിലെ ജീവൻ, ആ കുടുംബത്തിന്റെ ജീവിതം നിലനിർത്തി പോകുന്നത് ഈ പശു എന്ന അമ്മ തന്നെയാണ്. ഈ അമ്മ, പശു എന്ന അമ്മമാരിവിടെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഭാരതീയരായ പലരും നമ്മൾ എന്നോ ചത്തുപോയിട്ടുണ്ടാവും. കാരണം ഇന്നത്തെ ഈ ഭൗതിക സമ്പത്തുകളും കൂത്താട്ടങ്ങളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ഭാരതീയർ മിക്കവരും കൃഷിക്കാരാണ്. ഒരു കാർഷിക രാജ്യമാണ് ഭാരതം. അത് നമ്മൾ ആദ്യം അറിയണം. അപ്പൊ പശുവും കാളയും, പശു അമ്മയാണെങ്കിൽ കാള അച്ഛൻ തന്നെ. കാരണം അച്ഛനാണ് ഒരു കുടുംബത്തിന്റെ നായകൻ, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ. ഈ കാള എന്ന അച്ഛൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ നിലം ഉഴുകാനും കൃഷി ചെയ്യാനും പറ്റിയത്. അത് കാളയാവാം, പോത്താവാം, ആരായാലും ശരി. ഈ കാള അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ, കാളകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരാളും ഭക്ഷിക്കില്ല. കൊത്തിക്കളച്ചിട്ട് എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും? ഈ മെക്കനൈസേഷൻ ഒന്നും അന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്നും വേണ്ടേ നമുക്ക് ഭക്ഷണം, അന്നും വേണ്ടേ നമുക്ക് അരിയും ഗോതമ്പൊക്കെ, അന്നും വേണ്ടേ നമുക്ക് പച്ചക്കറികളൊക്കെ, അന്നും വേണ്ടേ നമുക്ക് വാഴകളും മറ്റുള്ള കൃഷികളൊക്കെ. കുറച്ച് കൈക്കോട്ടോണ്ടും ബാക്കിയെല്ലാം ചെയ്തിരുന്നത് ഈ കാള എന്ന അച്ഛൻ തന്നെയാണ്. കാരണം ഈ കാളയും പശു തന്നെയായിരുന്നു ഭാരതത്തിൽ, ഈ പുണ്യഭൂമിയായ ഭാരതാംബയുടെ മക്കളെ തീറ്റിപ്പോറ്റി വന്നത്. അവരുടെ ജീവിതവും ജീവനും നിലനിർത്തിയിരുന്നത് അമ്മയായിട്ടുള്ള ഈ പശുവും അച്ഛനായ കാളയും തന്നെയാണ്. നമ്മൾ ഇതിലൂടെ കുറച്ച് വർഷങ്ങൾക്ക് പിന്നോട്ട് പോയാൽ ഇത് മനസ്സിലാവും. ഇതിന് പ്രത്യേകം പഠനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്നും ഭാരതത്തിൽ പല കുടുംബങ്ങളെയും രക്ഷിക്കുന്നത്, തീറ്റിപ്പോറ്റുന്നത്, അവരുടെ വിശപ്പടക്കുന്നത് ഈ കാളയും പശുവും തന്നെയാണ്. മെക്കനൈസേഷനും ഇതൊന്നും അവിടെ എത്തിയിട്ടില്ല, സാധുക്കളായുള്ള ഗ്രാമീണർ. അപ്പോ കാള, പശു ഇതിനെ നമ്മൾ പുച്ഛിക്കണ്ട. അമ്മയ്ക്ക് തുല്യം തന്നെ, മറ്റത് അച്ഛന് തുല്യം തന്നെ, യാതൊരു സംശയവുമില്ല. നമ്മുടെ സംസ്കൃതിയും സംസ്കാരവും വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജീവനെ സംരക്ഷിക്കുന്നത് ആരോ അവർ അമ്മയും അച്ഛനും തുല്യം തന്നെ. ഒരു ജീവിതം സംരക്ഷിക്കുന്ന ആരോ അവർ അമ്മയ്ക്കും അച്ഛനും തുല്യം തന്നെ. ഇന്നല്ലേ ഈ മെക്കനൈസേഷനും ട്രാക്ടറും അതെല്ലാം ഉണ്ടായത്? ഇതിനു മുമ്പ് എങ്ങനെ ജീവിതം നിലനിർത്തി, ജീവൻ നിലനിർത്തി ഈ ഭാരതത്തിൽ? ഈ സാധുജീവികളായ വിറ്റകൾ കൊണ്ട് തന്നെ ഒഴുകാൻ കാളകളെ കിട്ടിയിരുന്നില്ലെങ്കിൽ മണ്ണ് വാരി തിന്നണ്ടേയിരുന്നു. മണ്ണ് വാരി തിന്ന് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കൃതിയും സംസ്കാരവും സ്പന്ദനവും ഇവിടെ ജനിച്ചവരെങ്കിലും അത് മനസ്സിലാക്കണം. പാശ്ചാത്യർ ചിലപ്പോൾ ഹസിക്കാറുണ്ട് നമ്മുടെ ദേവതാ സങ്കല്പങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളാന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ ഉള്ളിലെ തത്വം അവർക്കറിയില്ല. ഇപ്പൊ ഗണപതിയെ കണ്ടാലും വിഷ്ണു ഭഗവാനെ കണ്ടാലും 4 കൈ, അവർക്ക് ആ തത്വം അറിയാതാണ്. നിങ്ങൾ ആ തത്വം അവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ അവർ വെരി നൈസ് അവരത് അപ്രീഷിയേറ്റ് ചെയ്യും. അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഭാരതത്തിൽ ജനിച്ച ഭാരത മക്കളായിട്ട് ഭാരതാംബയുടെ പൊന്നോമന മക്കളായ നമ്മൾ നമ്മുടെ ജീവനെയും ജീവിതത്തെയും നിലനിർത്തി പോന്ന ഈ സാധുജീവികളെ ഒരിക്കലും ഹസിക്കാൻ പാടില്ല.
പശുവിനെ അമ്മയായി കണ്ട് തൊഴുതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാളയെ അച്ഛനായി കണ്ട് തൊഴുതോ വന്നിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ഇന്നും നമ്മൾ കാണുന്നു, തൊഴുകുന്നു. ഇപ്പോ പൊങ്കൽ എന്ന മഹാ ആഘോഷം, അതിലേക്കൊന്ന് ചെല്ലൂ, പഠിക്കൂ. പശുക്കളെയും കാളകളെയൊക്കെ എല്ലാവിധ ഭംഗിയായിട്ട് അലങ്കരിച്ച് അവയെ നമസ്കരിക്കുന്നു. നമസ്കരിക്കണം. ഒരു കാലത്ത് നമുക്ക് ജീവിതം തന്ന മിണ്ടാ പ്രാണികളാണ്, നമ്മുടെ ജീവിതം നിലനിർത്തിയ മിണ്ടാപ്രാണികളാണ്. ഇന്നും അതെ, പല ഗ്രാമങ്ങളിലും ജീവിതം നിലനിർത്തുന്നത് ഈ മെക്കനൈസേഷൻ കൊണ്ടൊന്നല്ല. അവരും പാവങ്ങൾ എല്ലുന്തിയ പശുക്കളും എല്ലുന്തിയ കാളകളും തന്നെയാണ് എല്ലുന്തിയ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ചുരുങ്ങിയത് ആ ജീവിതവും ജീവനും അവർ നിലനിർത്തുന്നില്ലേ? ഇത് ചിന്തിക്കാതെ, ഇതിനെപ്പറ്റി അറിയാതെ, ഇവയെ വെറും വെട്ടിത്തിന്ന് തിന്നാനുള്ള ഒരു ഉപാധിയായി കണക്കാക്കി ഭാരതത്തിന്റെ സംസ്കൃതി അറിയാതെ എന്തെല്ലാമോ വിളിച്ചു പറയും. ഇതൊരു ശരിയായ രീതിയല്ല. കാരണം ഈ കേരളത്തിലും അന്നും ഈ പശുവും കാളകളും പോത്തും ഒക്കെ തന്നെയാണ് നമ്മുടെ ജീവിതവും ജീവനും നിലനിർത്തിയത്. അപ്പൊ അവയെ ആരാധിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതിന്റെ മഹാ ഉത്സവമാണ്, മഹാ ആഘോഷമാണ് പൊങ്കൽ. അവരെ ആരാധിക്കും, നല്ല ഭക്ഷണം കൊടുക്കും, നമസ്കരിക്കുക കൂടി ചെയ്യും. അത് അന്ധവിശ്വാസമോ ആനവിശ്വാസമൊന്നുമല്ല. അതൊരു നന്ദി, ഒരു കടപ്പാട്, ഒരു ബഹുമാനം സൂചിപ്പിക്കുന്നതാണ്. യാതൊരു തെറ്റും അതിൽ തെറ്റ് പറയാനില്ല. ഓരോ ഗ്രാമങ്ങളിൽ ഇന്ന് കേരളത്തിൽ തന്നെ പല ഗ്രാമങ്ങളിലും ഇപ്പോഴും ജീവിതവും ജീവനും നിലനിർത്തുന്ന ഈ പശുവും കാളയും തന്നെയാണ്. അന്ന് ഈ നിത്യമായിട്ടുള്ള വരുമാനമോ ഈ ഭൗതികമായ കൂത്താട്ടങ്ങളോ ഒന്നുമില്ലാത്ത സാധുജനങ്ങളെ സംരക്ഷിച്ചു പോകുന്നിരുന്നത് ഈ പശുവും കാളകളും തന്നെയാണ്. ഇവിടെ അടിമകളൊന്നുമില്ല. പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട്, അടിമകളെ മുഖം വെച്ച് പൂട്ടുമായിരുന്നു. ഭാരതം അത്രയും തരം താണിട്ടില്ല. തൻ്റെ കഴുത്തിൽ മുഖം വെച്ച് ഈ പാവങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത് ഈ മനുഷ്യരായ നമ്മളെ തീറ്റിപ്പോറ്റാനാണ്. ഇതറിയാതെ, ഈ സത്യം അറിയാതെ, ഈ കാര്യത്തിലേക്കൊന്ന് ചിന്തിക്കാതെ തൽക്കാലം ഒന്ന് രണ്ട് കയ്യടി കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന ഒരു നിരൂപണ രീതി ഉണ്ടല്ലോ, അത് ശരിയല്ല. കാരണം ഇന്നത്തെ ഗ്രാമങ്ങളിൽ മിക്കവാറും ഒരു 10-30-40 വർഷം മുമ്പേ തൊഴുത്തുണ്ടാവും, പശു ഉണ്ടാവും, കാളയുണ്ടാവും, കൃഷിഭൂമി ഉണ്ടാവും. ഈ ജീവിതവും ജീവനും നിലനിർത്തിയത് ആരായിരുന്നു? പശുവും കാളയും തന്നെയല്ലേ? അപ്പോൾ എന്തുകൊണ്ടൊരു നന്ദിയെ അല്ലെങ്കിൽ അതിനോട് ബഹുമാനമോ ആദരവോ നമുക്കൊന്ന് കൊടുത്തുകൂടെ? ആ ബഹുമാനവും ആദരവും കൊടുക്കുന്ന ഒരു മഹാവിശേഷമാണ് പൊങ്കൽ. അവരെയെല്ലാം ഇപ്പോൾ ഇത്രയും അവരെ അത് നടത്തുന്നവരോട് ആ ബഹുമാനം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. കാരണം അവരത് ഓർമ്മിക്കുന്നു, അവയെ ബഹുമാനിക്കുന്നു. അപ്പോൾ സത്യം മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. പരമശിവന്റെ വാഹനം കാളയാണ്. ഇവിടെ ഒരു ചെറിയ ആത്മീയ തത്വം കൂടി പറയട്ടെ. മനുഷ്യൻ ഇത്രയധികം ബുദ്ധിമുട്ടാൻ കാരണം അവന് ധാരാളം ഭക്ഷണം കഴിക്കണം, പിന്നെയോ വേറെ ഒന്നും ചെയ്യണ്ട, ഭക്ഷണം കഴിക്കൽ തന്നെ. ഇത് രസകരമായൊരു കഥയാണ്. ഒരിക്കൽ പരമശിവൻ പറഞ്ഞു അത്രേ, നന്ദി, നീ ഭൂലോകത്ത് പോയിട്ട് പറ എല്ലാ മനുഷ്യരോടും എല്ലാ ദിവസവും കുളിക്കണം, മാസത്തിൽ ഒരിക്കലേ ഭക്ഷണം കഴിക്കാൻ പാടും. ഈ നന്ദി തിരിച്ചു പറഞ്ഞു, എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണം, മാസത്തിൽ ഒരിക്കൽ കുളിച്ചാൽ മതി. തിരിച്ച് കൈലാസത്ത് പോയപ്പോൾ പരമശിവന് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. എടാ വിഡ്ഢി, നീ ഇങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞത്? ഇനി ഇവർക്ക് ഇത്രമാത്രം ഭക്ഷണം ഇവിടുന്നുണ്ടാവും. ഒരു കാര്യം ചെയ്യേ, നീ ഇനി ഭൂമിയിലേക്ക് വിൽക്കും, എന്നിട്ട് അവർക്ക് കൃഷി ചെയ്തിട്ട് അവരുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ടാണത്ര അന്ന് മുതൽ കാളകൾ ഇങ്ങനെ ഈ കൃഷി ഇതിലേക്ക് ഇറങ്ങിയത്. ഇതൊരു കഥയാണ് കേട്ടോ. ഇത് നമ്മളെ കഥാരൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ട്. പക്ഷെ സത്യം ഒന്നുകൂടി പറയട്ടെ, കാളകളും പശുക്കളും തന്നെ ആയിരുന്നു ഇന്ത്യയിൽ മിക്ക പ്രദേശങ്ങളിലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും ജീവിതവും നിലനിർത്തിയിരുന്നത്. മിക്ക സ്ഥലങ്ങളിലും, ഭാരതത്തിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും. ഏതായാലും ഈ പശു അമ്മയാണോ അപ്പോൾ അച്ഛനോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണം മാത്രമാണ്. അത് ഇതോടുകൂടി അവസാനിക്കുന്നത്.